ഹലോ ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. കുക്കറിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. 1/2 കിലോ ജീരകശാല റൈസാണ് എടുത്തിരിക്കുന്നത്. കുക്കറിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് 1/4 കപ്പ് വെള്ളം കുറച്ചാണ് എടുക്കുക. 2 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളം എടുക്കണം. അത് നമ്മൾ 1/4 കപ്പ് കുറച്ചാണ് എടുക്കേണ്ടത്. കുക്കറിൽ വെക്കുന്നത് കൊണ്ടാണ് 1/4 കപ്പ് കുറച്ച് വെക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ 2 കപ്പിന് എടുക്കണം. ഇൻഗ്രീഡിയൻസ്: കറുകപ്പട്ട, കശുവണ്ടി, ഏലക്ക, ഗ്രാമ്പു, ഉണക്കമുന്തിരി, സൺഫ്ലവർ ഓയിൽ 1/4 കപ്പ്, പിന്നെ ക്യാരറ്റ് 1-2 എടുക്കും. പിന്നെ ഇതിലോട്ട് വേണ്ടത് 2 വലിയ ഉള്ളിയാണ്. അത് നന്നായിട്ട് സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതൊക്കെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റണം. പിന്നെ ഇതിലേക്ക് വേണ്ടത് മല്ലിച്ചപ്പ്. പിന്നെ ഇതിലോട്ട് വേണ്ടത് നെയ്യ് വേണം. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. ഇനി നമുക്ക് അരി നന്നായിട്ട് കഴുകി വാർത്തെടുക്കാം. ഇതിനു വേണ്ടി ഞാൻ 5 ലിറ്ററിൻ്റെ ഒരു കുക്കറാണ് എടുത്തിരിക്കുന്നത്. കുക്കർ ചൂടായാൽ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. ഇതിന് പകരമായിട്ട് നമുക്ക് നെയ്യും വേണമെങ്കിൽ ഒഴിക്കാം. എനിക്ക് ഫുള്ളായിട്ട് നെയ്യ് എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ സൺഫ്ലവർ ഓയിലും നെയ്യും മിക്സ് ചെയ്തിട്ടാണ് ഒഴിക്കുന്നത്. ഗീ മാത്രം ഒഴിക്കാം കേട്ടോ. ചൂടായതിന് ശേഷം അതിലോട്ട് നമ്മൾ വലിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് വഴന്ന് കിട്ടാൻ വേണ്ടി 1 സ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് കറുകപ്പട്ട, ഏലക്ക, ഗ്രാമ്പു എന്നിവയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് 1 സ്പൂണ് ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ടൈമിൽ. ഗീയിൽ മാത്രം ഉണ്ടാക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഇതിലോട്ട് നമ്മൾ നേരത്തെ അളന്ന് വെച്ച വെള്ളം ഒഴിക്കുക. ഇതിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പും ഈ ടൈമിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ അമർത്തണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ക്യാരറ്റ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ചെറുതായിട്ടൊരു 1/2 കുക്കാവണം. ശേഷം ഇതിലേക്ക് നമ്മൾ റൈസ് ഇടാം. റൈസ് മുഴുവനായിട്ടും ഇട്ടുകൊണ്ട് നന്നായിട്ട് ഇളക്കുക. അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് ഇളക്കുന്നത് കേട്ടോ. ഇനി കുക്കർ മൂടി വെക്കാം. എന്നിട്ട് ഒരു 3 വിസിൽ ആവണം. 3 വിസിലിന് ശേഷം നമ്മൾ ഒരു 10 മിനിറ്റ് തുറക്കാതെ അടച്ചു വെക്കണം. അങ്ങനെ നമ്മൾ ഗീ റൈസ് റെഡിയായി. റൈസുകൾ തമ്മിൽ ഒട്ടും ഒട്ടാത്ത രീതിയിൽ തന്നെ കിട്ടിയാണ്. ഇതൊന്ന് ചൂടാറുമ്പോൾ ഒന്നുകൂടെ നല്ല അടിപൊളിയായിട്ട് കിട്ടും. കുക്കറിൽ വെക്കുമ്പോൾ പ്രത്യേകിച്ച് നല്ല ടേസ്റ്റ് ആട്ടോ. നല്ലൊരു സോഫ്റ്റ്, നല്ലൊരു മയമൊക്കെ ഉണ്ടാവും റൈസിന്. നിങ്ങൾ നെയ്ച്ചോറ് വെക്കുകയാണെങ്കിൽ അധികം കുക്കറിൽ തന്നെ ട്രൈ ചെയ്യാൻ നോക്കണം. കാരണം കുക്കറിൽ വെക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റായിട്ട് എനിക്ക് അങ്ങനെ നമ്മൾ റൈസ് റെഡിയായി. ഇനി നമ്മൾ ഇത് ഉള്ളി ഇതൊക്കെ ഇട്ടാണ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ നെയ്യ് ഒഴിക്കുക. എന്നിട്ട് വലിയ ഉള്ളി തിന്നായിട്ട് കട്ട് ചെയ്തത് അതിലോട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇതൊരു ഗോൾഡൻ കളറ് ആകുമ്പോൾ അതിലേക്ക് കാഷ്യൂ ഇടുക. അതൊന്ന് മൂത്ത് ഉണക്കമുന്തിരിയും ഇടുക. ഉണക്കമുന്തിരി ഇടുക. അതൊന്ന് ചൂടായി വന്നിട്ട് നമുക്കതിലേക്ക് കറിവേപ്പിൻ്റെ ഇലയും ഇട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നമ്മുടെ നെയ്ച്ചോറ്റിലേക്ക് ഒഴിക്കുക. എന്നിട്ട് മുകളിൽ കുറച്ച് മല്ലിച്ചപ്പും വിതറി ഗാർണിഷ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഗീ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് സൈഡായിട്ട് തൈരും ചമ്മന്തി അതുപോലെ തന്നെ ചിക്കൻ കറി കൂട്ടിയിട്ടാണ് ഇത് നമ്മൾ കഴിക്കുന്നത്. അതിന് സൈഡായിട്ട് ഉണ്ടാക്കിയതാണ് ചിക്കൻ കറി. ചിക്കൻ കറിയുടെ വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ ഇടാട്ടോ.
പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.